ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുട്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമി ടി വി സീരീസിന്റെ സീസൺ 1 11ാമത്തെ എപ്പിസോഡാണ്. സോ ഒട്ടും സമയങ്ങളായ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എന്ത് പറ്റി, നീ വളരെയധികം ടയർഡായെന്ന് തോന്നുന്നു എന്ന് ആ കേഴ്സ് കെന്റോയോട് ചോദിക്കുന്നു. സമയം 6 മണിയായി. ഇത് കണ്ട് ടെൻഷനായ കെന്റോ രാവിലെ 10 മണിക്ക് തുടങ്ങിയ ജോലി 6 മണിക്കുള്ളിൽ തീർത്തിരിക്കണം. പക്ഷേ നീ കാരണം ഇപ്പൊ ഞാൻ ഓവർ ടൈമാണ് ജോലി ചെയ്യുന്നത്. ഇവന്റെ കേഴ്സ് പവർ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് കൂടിയത്? ഒരുപക്ഷെ ഇത് ടൈം ബേസ്ഡ് കോൺട്രാക്ട് ഉള്ളതും ആയിരിക്കോ. എന്തായാലും കാര്യങ്ങൾ കുറച്ച് ഇനി ഫണ്ണാവാൻ പോവാ. ഇതേ സമയം കെന്റോ എനിക്കൊരു വസ്തുവിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ 7/3 റേഷ്യോ കണക്കാക്കി അതിന്റെ വീക്ക് പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഹ്യൂമൻസിന്റെ ബോഡി, കൈ, കാൽ, എൽബോ, അത് മാത്രമല്ലാതെ ജീവനില്ലാത്ത പല വസ്തുവിന്റെയും വീക്ക് പോയിന്റ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കേൾക്കുന്ന ആ കേഴ്സ്, ഓ നിന്റെ ടെക്നിക്ക് എന്താണെന്ന് എന്നോട് നീ പറയുന്നുണ്ടെങ്കിൽ നീ എന്തായാലും വലുതെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവന്റെ കയ്യിലിരിക്കുന്ന മനുഷ്യരുടെ ബോഡി വെച്ചിട്ടാണ് ഇവന്റെ കേഴ്സ് എനർജി യൂസ് ചെയ്യുന്നത്. ആ മനുഷ്യരുടെ ബോഡി തീരുന്നത് വരെ ഇവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് വർക്കൗട്ട് ആയില്ല. ഞാൻ എന്തെങ്കിലും വലുതായിട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് കെന്റോ ചിന്തിക്കുന്നു. ഓടിപ്പോയി കെന്റോ അവിടെ ഉണ്ടായിരുന്ന ചുമരിൽ ഒരൊറ്റ ഇടിയങ്ങിടിക്കുന്നു. ആ ചുമരൊന്നാകെ ഇടിഞ്ഞു പൊളിഞ്ഞങ്ങ് നിൽക്കുന്നു. ഓ ഇതെല്ലാം കൂടി എന്റെ നെഞ്ചത്തോടെടുക്കാനാണോ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞ് ആ കേഴ്സ് അവിടെ നിന്ന് ഓടാൻ നിൽക്കുന്ന സമയത്ത് കെന്റോ ഓടി വന്ന ആ കേഴ്സിന്റെ കാലങ്ങ് വെട്ടുന്നു. സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല. നീ ജീവനോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു വട്ടം കൂടി കാണാം. അന്ന് നിന്റെ അവസാനമായിരിക്കും എന്ന് പറഞ്ഞ് കെന്റോ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം തന്നെ ആ ചുമരെല്ലാം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് ആ കേഴ്സിന്റെ മേലോട്ടങ്ങ് വീഴുന്നു. ഓ എന്ത് പറ്റി, ആ ഈക്കൂജി ഫോൺ എടുക്കുന്നില്ലല്ലോ. ഞാൻ ഇവനോട് എന്ത് സംസാരിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ലല്ലോ. എന്തിങ്ങനെ ഫോൺ എടുക്കാത്തെ എന്ന് പറഞ്ഞ് ടെൻഷനായി നിൽക്കുവാണ് യൂജി. നോക്കുന്ന സമയത്ത് ഈ ചിജി അവിടെ ആ കേഴ്സിനെ പിടിക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. യൂജിയുടെ ഷർട്ടിലുള്ള ആ ബട്ടൺസ് കണ്ട് ജൂൺപേ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആലോചിക്കുന്നു. മാക്കിട്ടോ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലൊരു ബട്ടൺ നീ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ജുജുട്സു സോസറർ ആയിരിക്കും. സോ അങ്ങനെ ഒരാളെ നീ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ നീ നല്ലൊരു കുട്ടിയായിട്ട് നിൽക്കണം. ജുജുട്സു സോസറേഴ്സ് മാക്കിട്ടോടെ ശത്രുവല്ലേ എന്ന് ആലോചിച്ച് നിൽക്കുവാണ് ജൂൺപേ. ഓ ഇങ്ങേര് വരുന്ന ലക്ഷണമൊന്നും കാണാനില്ല, ഞാൻ തന്നെ നിങ്ങളോട് ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞ് ജൂൺപേയോട് ചോദ്യം ചോദിക്കുവാണ് യുജി. അന്ന് തിയേറ്ററിൽ നീ ഇതുപോലത്തെ വല്ല സാധനത്തിനെയും കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ സാധനമൊക്കെ കാണുന്നതെന്ന് ജൂൺപേയും പറയുന്നു. ഓ അങ്ങനെയാണോ, നീ തിയേറ്ററിൽ ഏത് സിനിമ കാണാനാ പോയെ എന്ന് യുജി ചോദിക്കുന്നു. ഓ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, ആ സിനിമ അധികാരം കാണാറില്ല. ഓ എന്നാലും നീ പറ, ഞാൻ കേട്ടോളാം എന്ന് യുജിയും പറയുന്നു. ഹ്യൂമൻ എർത്ത്വം 3 എന്ന് ജൂൺപേ പറയുന്നു. ഓ ആ സിനിമയാണോ? ആ സിനിമ ഞാൻ 3 പ്രാവശ്യം കണ്ടതാ. അത് കാരണമാണ് എനിക്ക് കൂടുതൽ അടി കിട്ടിയത്. അതൊരു വൃത്തികെട്ട സിനിമയാണ്. ഇത് കേട്ട് ജൂൺപേ എല്ലാവരും ഇത് തന്നെയാണല്ലോ പറയുന്നത് എന്ന് ചിന്തിക്കുന്നു. ഇതേ സമയം യുജി പറയുന്നു, 2ാമത്തെ പാർട്ട് വലിയ രസമില്ലെങ്കിലും 5th പാർട്ട് അടിപൊളിയാണ്. ഓ നിനക്കത് ഇഷ്ടപ്പെട്ടല്ലേ എന്ന് ജൂൺപേ അവനോട് ചോദിക്കുന്നു. ഇതേ സമയം തന്നെ ഗീറ്റോ ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുവാണ്. പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടക്കുന്നുണ്ടെന്ന് ഗീറ്റോ പറയുന്നു. ഫസ്റ്റ് സീസൺ പോലെ തന്നെയാണ് സെക്കൻഡ് സീസണും എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് അത് കണ്ട് വലിയ രീതിക്ക് പേടിയൊന്നും തോന്നിയില്ല. എന്നാൽ 3rd സീസൺ മുതലാണ് അവർ ടോട്ടലായിട്ട് ഡിഫറെന്റ് ആക്കി എടുത്തു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കേട്ട് യൂജി പറയുന്നു, 2ാമത്തെ സീസൺ അത്ര അധികം പേടിപ്പെടുത്താത്തത് കൊണ്ടാണോ ഞാൻ ഇത്രയധികം അടി പേടിച്ചത്? ഒരു മൂവി തിയേറ്ററിൽ വെച്ച് കാണുന്ന സമയത്താണ് അതിന്റെ ആ ഫീൽ ശരിക്കും കിട്ടുള്ളൂ എന്ന് ജൂൺപേ പറയുന്നു. ഇത് കേൾക്കുന്ന യൂജി പറയുവാണ്, ഞാൻ ഇതുവരെ തിയേറ്ററിലോട്ട് പോയിട്ടില്ല. ഞാൻ തിയേറ്ററിൽ പോയ യാതൊരു ഓർമ്മയും എനിക്കില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നീ പോകുന്ന സമയത്ത് എന്നെ കൂടി ഒന്ന് വിളിക്കോ. നിന്റെ നമ്പർ ഇതിൽ സേവ് ചെയ്തോ എന്ന് പറഞ്ഞ് യൂജി ഫോൺ കൊടുക്കുവാണ് അവന്. ഇതേ സമയം തന്നെ ജൂൺപേയുടെ അമ്മ അതുവഴി നടന്നു പോവാണ്. ജൂൺപേയെ കണ്ട അവന്റെ അമ്മ, എന്ത് പറ്റി ജൂൺപേ, നീ അങ്ങനെ വീട്ടിൽ നിന്നും പുറത്തൊന്നും ഇറങ്ങാറില്ലല്ലോ, ഇപ്പൊ എന്ത് പറ്റി? നിനക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്നല്ലേ നീ പറഞ്ഞ്, ഇപ്പൊ ഇതാരാ, പുതിയ ഫ്രണ്ടാണോ എന്ന് ചോദിക്കുന്നു. ഫ്രണ്ടാണോന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇപ്പോഴാണ് ഇവനെ മീറ്റ് ചെയ്തതെന്ന് ജൂൺപേ പറയുന്നു. ഇതേ സമയം തന്നെ ജൂൺപേയുടെ അമ്മ അവിടെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് ജൂൺപേ, നിങ്ങളോട് ഞാൻ സ്മോക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഓ നിന്റെ മുമ്പെന്ന് ഞാൻ ഇനി സ്മോക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവന്റെ അമ്മ അത് എടുത്തു വെക്കുന്നു. ജൂൺപേയുടെ അമ്മയ്ക്ക് യുജി അവനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുവാണ്. എന്റെ പേര് യുജി ഇറ്റഡോരി, നിങ്ങളുടെ കയ്യിൽ എന്താ ഇരിക്കുന്നതെന്ന് യുജി ചോദിക്കുന്നു. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് കുറച്ച് പച്ചക്കറിയാണ്. ഇന്ന് നൈറ്റ് വേണമെങ്കിൽ ഡിന്നർ ഞങ്ങളുടെ കൂടെ ആവാം എന്ന് യുജിയോട് അവർ പറയുന്നു. ഇത് കേൾക്കുന്ന ജൂൺപേ വെറുതെ ആവശ്യമില്ലാതെ അവനെ ശല്യം ചെയ്യേണ്ട, അവൻക്ക് ഒരുപാട് പണിയൊക്കെ കാണുമെന്ന് പറയുന്നു. ഇതേ സമയമാണ് യുജിയുടെ അടുത്ത് നിന്നൊരു ശബ്ദം വരുന്നത്. പുള്ളിക്കാരന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് മനസ്സിലാക്കി അവന്റെ അമ്മ അവനെയും കൂട്ടിക്കൊണ്ട് അവന്റെ വീട്ടിലോട്ട് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ഗീറ്റയാണ്. പുള്ളിക്കാരൻ ആ ഫൈറ്റ് നടന്ന ആ ടണലിന്റെ അടുത്തോട്ട് വരുന്നു. അവിടെ വലിയ രീതിക്ക് എന്റെ ഫൈറ്റ് നടന്നതായിട്ട് അവന് മനസ്സിലാവുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ആ ബിൽഡിങ്ങിന്റെ അടിയിൽ നിന്നും മാക്കിട്ടോ പുറത്തോട്ട് വരുന്നു. അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല.
അവന്റെ സോളിന്റെ ഷേപ്പ് അവൻ മാറ്റി അവന്റെ ഫിസിക്കൽ ബോഡിയുടെ ഷേപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു പാമ്പിനെ പോലെ ഇഴഞ്ഞ് അതിന്റെ അകത്ത് നിന്നും പുറത്തോട്ട് വരുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ എങ്ങനെയൊക്കെ എന്റെ ബോഡിയുടെ ഷേപ്പ് മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് മാക്കിട്ട് പറയുന്നു. ഇതൊക്കെ കേട്ട് ഗീറ്റ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സോസ്റ്റർ അവിടെ പോയി എന്ന് ചോദിക്കുന്നു. ഓ അവൻ വളരെയധികം പവർഫുൾ ആയിരുന്നു. ഇനി എങ്ങാനും ഈ ബിൽഡിംഗ് പൊളിഞ്ഞതിന്റെ അടിയിൽ പെട്ടുപോയി ചത്തുപോയി കാണൂ എന്ന് പറഞ്ഞ് അവൻ ചിന്തിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇച്ചിജി യൂജിക്ക് വിളിക്കുന്നതാണ്. യൂജി പറയുന്നുണ്ട് ഞാൻ ജൂൺപേയുടെ വീട്ടിലാണെന്ന്, അത് വളരെ ആപത്താണ്, നീ സൂക്ഷിക്കണമെന്ന് ഇച്ചിജിയും പറയുന്നു. ഫോൺ കട്ടാക്കുവാണ്. ഓ ചോദ്യം ചെയ്യാൻ പോയ അവന്റെ വീട്ടിൽ പോയി തന്നെ കുത്തിരിക്കുകയാണല്ലോ അവൻ. ഗോജോ എങ്ങാനും അറിഞ്ഞ കുഴപ്പമില്ല, പക്ഷേ കെൻഡോ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ. ഇതേ സമയം തന്നെ കെൻഡോ അവന്റെ ഫോണിലോട്ട് വിളിക്കുന്നു. ഫോൺ എടുത്ത് ഇച്ചിജി അയ്യോ ഞാനൊന്നും ചെയ്തില്ല, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുന്നു. ഇത് കേട്ട് കെൻഡോ നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ നിന്റെ ഫോണിലോട്ട് ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ടൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, പക്ഷെ വലിയ സീനൊന്നുമില്ല, നീ പെട്ടെന്ന് എന്നെ ഇങ്ങോട്ട് വാ എന്ന് കെൻഡോ പറയുന്നു. ഞാൻ യുജിയെ പിക്ക് ചെയ്തിട്ട് വന്നാ പോരെ എന്ന് ഇച്ചിജി ചോദിക്കുന്നു. ഇത് കേട്ട് കെൻഡോ അപ്പൊ യുജി നിന്റെ കൂടെ ഇല്ലേ എന്ന് ചോദിക്കുന്നു. ഓ എന്ത് പറയരുതെന്ന് വിചാരിച്ചോ, അത് എന്നെ പറഞ്ഞല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുവാണ് ഇച്ചിജി. ശരി പെട്ടെന്ന് തന്നെ വാ എന്ന് പറഞ്ഞ് കെൻഡോ ഫോൺ കട്ട് ചെയ്യുന്നു. മഹിറ്റോ കെൻഡോയെ ഒരു കേഴ്സാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് കെൻഡോക്ക് ആ ഇഞ്ചുറി പറ്റിയത്. എനിക്ക് തോന്നുന്നു ഈ കേഴ്സ് ഇപ്പോഴാണ് ക്രിയേറ്റ് ആയത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഗോജോ പറഞ്ഞ ആ മറ്റ് കേഴ്സിനേക്കാൾ പവർഫുൾ ആയി മാറുന്നതിന് മുമ്പ് ഇവനെ എത്രയും പെട്ടെന്ന് എന്നെ ഡിസ്ട്രോയ് ചെയ്യണം. അവനെ പെട്ടെന്ന് എന്നെ ഇല്ലാണ്ട, അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യർക്ക് ആപത്താണ്. അവന്റെ ഡൊമൈൻ എക്സ്പെൻഷനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് തന്നെ അവനെ ഇല്ലാതാക്കണം എന്ന് ചിന്തിച്ചു നിൽക്കുവാണ് കെൻഡോ. എല്ലാവരുടെ മുമ്പിലും അവൻ വളരെയധികം ഓവറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്പേസിൽ നിന്ന് വന്ന ഏതോ ഏലിയൻ ആണോ എന്നൊക്കെ പറഞ്ഞ് അവൻ അതിൽ നിന്നും എല്ലാവരെയും മാറ്റി നിർത്തുവാണ്. ഞാൻ നോക്കുന്ന സമയത്താണ് എനിക്കത് മനസ്സിലായത്, അതൊരു കോണിയാക് ന്യൂഡിൽസ് ആയിരുന്നു. ഇതൊക്കെ കേട്ട് ജൂൺപേയുടെ അമ്മ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യൂജി അവിടെ കടന്ന് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് യൂജിയും ഇതൊക്കെ കണ്ടിട്ട് ജൂൺപേയുടെ അമ്മയൊക്കെ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മകൻ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് കാണുന്നതെന്ന് ജൂൺപേയുടെ അമ്മ ചിന്തിക്കുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് ജൂൺപേയുടെ അമ്മ ആ ടേബിൾ കടന്ന് തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് യൂജി ജൂൺപേയോട് പറയുന്നു നിന്റെ അമ്മ അടിപൊളിയാണ്, ശരിക്കും സൂപ്പർ ആണെന്ന് പറയുന്നു. ജൂൺപേ ഒരു കാര്യം ആലോചിക്കുന്നു. അവൻ സ്കൂളിൽ പോകുന്നത് നിർത്തിയെന്നറിഞ്ഞ് അവന്റെ അമ്മ അവനോട് പറയുവാണ് സ്കൂളിലൊന്നും പോയിട്ട് ഒരു കാര്യമില്ല, സ്കൂൾ വെറും ഒരു അക്യൂറിയം പോലെയാണ്. നിന്നെ നോക്കി ഒരു വലിയ സമുദ്രം തന്നെ നിൽക്കുന്നുണ്ട്. സോ നീ എന്തിന് ഒരു അക്യൂറിയത്തിൽ കടന്ന് നീന്താൻ പഠിക്കണം? നീ ഈ ലോകം കാണ്, ഈ ലോകത്തു നിന്നും നിനക്ക് ആവശ്യമുള്ളത് മാത്രം നീ പഠിക്ക് എന്ന് അവന്റെ അമ്മ അവനോട് പറയുന്നു. കണ്ട എന്നെ കൊണ്ടും വളരെ നന്നായിട്ട് മോട്ടിവേഷൻ തരാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനോട് പറയുന്നു. പെട്ടെന്ന് തന്നെ അവൻ ഹേ യൂജി നീ നിന്റെ അമ്മയെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് യൂജിയോട് ചോദിക്കുന്നു. ഇത് കേട്ട് യൂജി എനിക്ക് എന്റെ അമ്മയെ പറ്റി വലിയ ഓർമ്മകളൊന്നുമില്ല. എന്റെ അച്ഛനെ തന്നെ എനിക്ക് ചെറുതായിട്ട് അവിടെ ഇവിടേക്ക് മാത്രമേ ഓർമ്മയുള്ളൂ. എനിക്ക് ഓർമ്മയുള്ളത് എന്റെ മുത്തശ്ശനെയാണ്. മുത്തശ്ശനായിരുന്നു എനിക്കെല്ലാം. ഇതേ സമയം അവന് ഈ ജിജി ഫോൺ ചെയ്യുന്നു. നീ എപ്പോഴാ വരുന്നത് എന്ന് ചോദിക്കുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വരാം, ഞാനൊരു സിനിമ കാണാൻ പോവാണെന്ന് ഈ ജിജിയോട് യൂജി പറയുന്നു. യൂജി ഫോൺ കട്ട് ചെയ്യുന്നു. നീ ഒരു ജുജുത്സു സോസ്റ്റർ ആണോ? അതെ ഞാനൊരു ജുജുത്സു സോസ്റ്റർ ആണെന്ന് യൂജി പറയുന്നു. എന്നിട്ടാണ് അവൻ ആലോചിക്കുന്നത് ഇത് ഞാൻ ഇവനോട് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്ന്. നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് ജൂൺപേ ചോദിക്കുന്നു. ഇല്ല എന്ന് യൂജി പറയുന്നു. ഒരുപക്ഷെ നീ ഒരു വില്ലനായിട്ടുള്ള ജുജുത്സു സോസ്റ്ററിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നീ അവനെ കൊല്ലുവോ എന്ന് ജൂൺപേ യൂജിയോട് ചോദിക്കുന്നു. അപ്പോഴും ഞാൻ ആരെയും കൊല്ലില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ നമ്മൾ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബോർഡർ ക്രോസ് ചെയ്തു, പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മളെ കൊണ്ട് അത് തിരിച്ച് ക്രോസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും നമുക്ക് പ്രിയപ്പെട്ടവരെയും കൂടി ബാധിക്കുന്ന കാര്യമായിരിക്കും എന്ന് യൂജി പറയുന്നു. യൂജി അവിടെ നിന്നും പോയതിനു ശേഷമാണ് ജൂൺപേ ചിന്തിക്കുന്നത് നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ തന്നെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു കുഴപ്പമുണ്ടാകുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റ് നമുക്ക് പ്രിയപ്പെട്ടവരെയും കൂടി ബാധിക്കുമെങ്കിൽ ഒരിക്കലും എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ജൂൺപേയുടെ അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എഴുന്നേക്കുവാണ്. സമയം ഇത്രയായോ? ഇതെന്താ സാധനം എന്ന് പറഞ്ഞ് ആ ടേബിളിലോട്ട് നോക്കുന്ന സമയത്ത് സൂക്കുണയുടെ വിരലായിരുന്നു അത്. സോ ആ വിരലെടുക്കാൻ വേണ്ടി ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള കേഴ്സ് ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ കേഴ്സ് ജൂൺപേയുടെ അമ്മയെ അങ്ങ് കൊന്നുകളയുന്നു. ജൂൺപേയുടെ വീട്ടിൽ സൂക്കുണയുടെ ഒരു വിരൽ കണ്ടുപിടിച്ചു. ജൂൺപേയുടെ അമ്മ മരിച്ച നിലയിലാണ് അവിടെ കണ്ടെത്തിയത്. നിങ്ങളിപ്പോ ഒരു കേഴ്സിന്റെ കൂടെ തനിയെ പോയി ഫൈറ്റ് ചെയ്തിട്ട് വലിയ രീതിക്ക് എന്നെ ഇഞ്ചുറി നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. എന്റെ കൂടെ ഇരിക്കുന്ന എന്റെ പാർട്ട്ണർ ഒറ്റയ്ക്ക് പോയി ഫൈറ്റ് ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഇതേ സമയം തന്നെ യൂജി അവന്റെ മുത്തശ്ശൻ പറഞ്ഞ കാര്യം ആലോചിക്കുന്നു. യൂജി നീ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പയ്യനാണ്, അതുകൊണ്ട് നീ മറ്റുള്ളവരെ സഹായിക്കണം. ഇനി നിങ്ങൾ പോകുന്ന സമയത്ത് ഞാനും നിങ്ങളുടെ കൂടെ വരും. നിന്നെ കൊണ്ട് ഇപ്പോഴേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ എനിക്ക് താല്പര്യമില്ല യൂജി. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ ഒരു കാലത്ത് മനുഷ്യരായിട്ട് ഇരുന്നിരുന്ന കേഴ്സുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഇവരെ രക്ഷിക്കാൻ പറ്റില്ല. നീ ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നീ തീർച്ചയായിട്ടും അവരെ കൊല്ലേണ്ടി വരും. ഒരുപക്ഷെ നിനക്ക് കൊല്ലേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ന് ജൂൺപേ അവനോട് ചോദിച്ചത് അവന് ഓർമ്മ വരുന്നു. അവൻ പറയുന്നു ഞാൻ ഒരിക്കലും കൊല്ലില്ല എന്ന്. സോ ഒരു കാലത്തെ ഹ്യൂമൻസ് ആയിരുന്ന ആ കേഴ്സിനെ നീ കൊല്ലണ്ട, നീ പോയി ആ ജൂൺപേ വാച്ച് ഇത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് കെൻഡോ അവിടെ നിന്നും പോകുന്നു. അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ ഫ്യൂണറൽ ചടങ്ങെല്ലാം കഴിഞ്ഞ് ജൂൺപേ എങ്ങോട്ടോ നടന്നു പോകുന്നു. മഹിറ്റോ അവനോട് പറഞ്ഞ കാര്യങ്ങൾ അവൻ ഓർക്കുന്നു.
ഇത് നിന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. നിന്റെ അമ്മ മരിക്കാൻ കാരണം ഇതാണ്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കേസ് സബ്ജക്റ്റ് ആണ്. ഇതിനു വേണ്ടി ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള കേഴ്സ് വരും. ഇപ്പോൾ ഉള്ള സോസറേഴ്സ് ഒക്കെ ആരെങ്കിലും കൊല്ലണമെങ്കിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രതികാരം വീട്ടണമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യാ. നിനക്ക് കയ്യിൽ ഒരുപാട് പൈസയൊക്കെയുള്ള ആരെങ്കിലും നിനക്ക് സംശയമുണ്ടോ എന്ന് മഹീറ്റ ചോദിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജൂൺപേ അവന്റെ സ്കൂളിലോട്ട് വരുന്നതാണ്. ജൂൺപേ ഒരു പ്രാവശ്യം ഉപദ്രവിച്ച ഒരു പയ്യൻ ഇപ്പോൾ ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി സ്റ്റേജിൽ വന്ന് നിൽക്കുന്നു. അവൻ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യനോട് പറയുന്നു, ഡേയ് നിന്നോട് എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞേ, പ്രൈസ് ഒക്കെ കിട്ടുന്ന പോലെ എന്തിനാണ് എഴുതിയെന്ന് അവൻ ചോദിക്കുന്നു. ഇത് കേട്ട് മറ്റവൻ സോറി ബോസ് എന്ന് പറയുന്നു. ഇവർ റിച്ച് ആയിട്ടുള്ള ആള് മാത്രമല്ല നല്ല രീതിക്ക് ബുദ്ധിയുണ്ടല്ലേ എന്ന് പറഞ്ഞ് പെൺകുട്ടികളൊക്കെ അവനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതേ സമയം ഒരു പെണ്ണ് അങ്ങ് ആകാശത്തോട് നോക്കുന്നു. അവിടെ ഒരു ബ്ലാക്ക് കളർ സാധനം നിൽക്കുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞ് അവർ നോക്കുന്നു. ഈ ചേച്ചി ഒരു പ്രാവശ്യം വെയിൽ എന്ന് പറയുന്ന ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് നടക്കുന്ന കാര്യം പുറത്തുള്ള ആരും അറിയാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പൊ മഹിറ്റോയും അതുപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഫിംഗർ നീ കൊണ്ടുപോയി കളഞ്ഞില്ലേ എന്ന് മഹിറ്റോ ഗിറ്റോയോട് ചോദിക്കുന്നു. ഇല്ല, ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് നടക്കുന്നത്. ആ ഫിംഗർ ഒരു ജുജുത്സു സോസറിന്റെ കയ്യിൽ എത്തിച്ചേരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ അത് അതുപോലെ തന്നെ നടന്നു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ജൂൺപേയും സൂക്കണയുടെ വെസ്സിലും ഇപ്പോ ഫ്രണ്ട്സ് ആയി മാറിയിട്ടുണ്ട്. സോ ജൂൺപേക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ യൂജി അവന്റെ ബോഡി സൂക്കണയ്ക്ക് കൊടുക്കും. സോ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇതെല്ലാം നീ നോക്കിക്കോ, എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് ഗിറ്റോ അവിടെ നിന്നും പോകുന്നു. അതിനു മുൻപേ തന്നെ അടുത്ത ഈവിൽ പ്ലാൻ ഉണ്ടാക്കിയോ ഇവൻ എന്ന് പറഞ്ഞ് മഹിറ്റോ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം ആ ബാരിയർ അവിടെ ക്രിയേറ്റ് ആയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസും ഇപ്പോൾ ബോധം കെട്ട് കിടക്കുവാണ്. പ്രിൻസിപ്പൾ വന്ന് സ്റ്റുഡൻസിനൊക്കെ വിളിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞ്. ഇതേ സമയമാണ് അങ്ങോട്ട് ജൂൺപേ വരുന്നത്. ജൂൺപേ ആ പ്രിൻസിപ്പളിനോട് പറയുന്നു, വെറുതെ എന്റെ വഴിയിൽ തടസ്സം നിൽക്കരുത്. എന്റെ വീട്ടിൽ അങ്ങനെ നടക്കാൻ കാരണം നീയാണോ എന്ന് പറഞ്ഞ് ആ അവാർഡ് വാങ്ങിയ ആ സ്റ്റുഡന്റിനോട് ജൂൺപേ ചോദിക്കുന്നു. നീ എന്താ ഈ പറയുന്നതെന്ന് ആ സ്റ്റുഡന്റും ചോദിക്കുന്നു. ഇതേ സമയം തന്നെ ജൂൺപേ അവന്റെ ശക്തിയെല്ലാം യൂസ് ചെയ്ത് ആ സ്റ്റുഡന്റ് ശരീരത്തിൽ പോയിസൺ കയറ്റുന്നു. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിച്ചു, അതിന് നീ ഉത്തരം പറയാതെ നീ തിരിച്ച് എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണോ എന്ന് പറഞ്ഞ് ജൂൺപേ അവനെ അടിക്കുന്നു. നീ അത് പറഞ്ഞാലോ ഇല്ലെങ്കിലും ഇതാണ് നിനക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞ് ജൂൺപേ ആ സ്റ്റുഡന്റിനെ അങ്ങ് ആകാശത്തൊട്ട് പൊക്കുന്നു. അവനെ ഇപ്പൊ കൊല്ലോടാന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഹേയ് ജൂൺപേ നിർത്ത് പറഞ്ഞ് അങ്ങോട്ട് ഓടി വരുവാണ് യൂജി. ജൂൺപേയുടെ ശരീരത്തിലും ഇപ്പൊ ഒരു കേഴ്സ് ഉണ്ട്. ഹേ ജുജുത്സു സോസർ, നീ ആവശ്യമില്ലാതെ ഇതിൽ തലയിടരുത് എന്ന് ജൂൺപേ യൂജിയെ നോക്കി പറയുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. യൂജിയെയും ജൂൺപേയും ഫ്രണ്ട്സ് ആക്കി ജൂൺപേ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് യൂജിയെ ഭീഷണിപ്പെടുത്തി യൂജിയുടെ ശരീരത്തിലോട്ട് സൂക്കുണയെ വരുത്താൻ വേണ്ടിയാണ് മഹിറ്റോയുടെ പ്ലാൻ. മഹിറ്റോ കാരണമാണ് ജൂൺപേയുടെ അമ്മ മരിച്ചത്. എന്നാൽ ഇതെല്ലാം തന്നെ പ്ലാൻ ചെയ്തത് ജുജുത്സു സോസർ ആയിട്ടുള്ള ഗീറ്റോ സൂഗുറു ആണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത സമയം അതുവരേക്കും ബൈ.